ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സത്യഭാമ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ശ്യാമ ചോദിക്കുന്നുണ്ട്, വിഷ്ണുവേട്ടൻ വന്നില്ലേ, വിഷ്ണുവേട്ടന് ജാമ്യം കിട്ടിയില്ലേ എന്നൊക്കെ. സത്യഭാമ പറയുന്നു, ഇല്ല, ശാലിനി പോലും ചന്ദ്രബോസ് മടക്കി അയച്ചു. എനിക്ക് എൻ്റെ മകനെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ല. ചന്ദ്രബോസ് കാണിക്കില്ലെന്ന് പറഞ്ഞോ എന്ന് രാഘവൻ ചോദിക്കുമ്പോൾ പറഞ്ഞത് നമ്മുടെ മോൻ തന്നെയാണെന്ന് ഭാമ. അവനെന്നെ കാണണ്ടെന്ന് പറഞ്ഞു. ഭാമേ, ഇതെല്ലാം നീ ചെയ്തു കൂട്ടിയതിൻ്റെ ഫലമായി. കെട്ടിപ്പൂട്ടി അവന് വെച്ചിട്ട് എന്തായി? സഹി കെട്ടിട്ടാ നിന്റെ പട്ടാള ചിട്ടയുള്ള കുടുംബഭരണം കൊണ്ട് പൊറുതി മുട്ടിയിട്ടാ എൻ്റെ മോൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇത് കേട്ട് ഭാമ പറയുന്നു, രാഘവേട്ട, ഞാൻ അവൻ്റെ അമ്മയാണ്. അവൻ്റെ കാര്യത്തിൽ അല്പം സ്നേഹം കൂടുതൽ കാണിക്കും. അത് അവനോടുള്ള ഇഷ്ടം കൊണ്ടാ. അത് അവനെന്താ മനസ്സിലാക്കാത്തത്? രോഹിത് പറയുന്നു, സത്യാമ്മയുടെ ഇഷ്ടം പറയുന്നു. വിഷ്ണു ബ്രോയുടെ ഇഷ്ടം പറയുന്നു. സ്നേഹത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ മുൻതൂക്കം വിഷ്ണുബ്രോയ്ക്ക് തന്നെയാണ് സത്യാമ്മേ. ശാലിനിയുമൊത്തുള്ള ഒന്നിച്ചുള്ള ജീവിതം, അത് മാത്രമാണ് വിഷ്ണുബ്രോ ആഗ്രഹിക്കുന്നത്, ആവശ്യപ്പെടുന്നത്. ശ്യാമ പറയുന്നു, എൻ്റെ കുഞ്ഞിച്ചിയുടെ പേര് കേൾക്കുന്ന പോലും സത്യാമ്മയ്ക്ക് വെറുപ്പാണ്. ആ വെറുപ്പ് വിഷ്ണുവേട്ടൻ കാണിക്കുന്നത് സത്യാമ്മയോടാണ്. ഇനി ആ വെറുപ്പ് മാറണമെങ്കിൽ സത്യാമ്മയ്ക്ക് എൻ്റെ കുഞ്ഞോച്ചിയോടുള്ള വെറുപ്പ് മാറണമെന്ന് പറയുമ്പോൾ ശ്യാമയെ മതി എന്ന് സത്യഭാമ പറയുന്നു. ഭാമേ, നിന്റെ വാശിയും പറയുന്നിടം ജയിക്കണമെന്നുള്ള നിന്റെ അഹങ്കാരവും ഒരിക്കൽ മാറാത്ത ഈ ധാഷ്ട്യവും എന്ന് അവസാനിക്കുന്നു, അന്ന് ഈ വീട് രക്ഷപ്പെടും. ഈ വീട്ടിലുള്ളവരും രക്ഷപ്പെടൂ എന്ന് രാഘവൻ ദേഷ്യത്തോടെ ഭാമയോട് പറയുന്നു. ഇന്നീ സ്വയം തെറ്റുകൾ മനസ്സിലാക്കാതിരുന്നാൽ ഇപ്പം മുഖം തിരിച്ചവൻ നാളെ നിനക്ക് നേരെ നിന്ന് കല്ലെറിയാനും മടിക്കില്ല. കാരണം നിന്റെ ഭരണം അവസാനിച്ച് ഭാമേ. മറ്റൊന്നും കൂടി നീ മനസ്സിലാക്കിക്കോ, വിഷ്ണുവിനെ പുറത്ത് കൊണ്ടുവരണമെങ്കിൽ അത് ശാലിനിക്ക് മാത്രമേ കഴിയൂ. നീ പലപ്പോഴും പുച്ഛിച്ച് തള്ളിയിട്ടുള്ള ആ കളക്ടർ പദവി കൊണ്ട് മാത്രമേ സാധിക്കൂ. ചന്ദ്രബോസിനെ പോലുള്ള മുട്ടാളന്മാരെ എതിരിടാൻ ചന്ദ്രബോസിന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ശാലിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് മനസ്സിലെ എല്ലാ ഗർവവും അവസാനിപ്പിച്ച് മകന്റെ രക്ഷയെ കരുതി ശാലിനെ സ്നേഹിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, വെറുക്കാതെയെങ്കിലും ഇരുന്നൂടെ. ഇത് നിന്റെ നന്മയ്ക്ക് വേണ്ടി പറയുന്നതല്ല, നമ്മുടെ മോൻ വിഷ്ണുവിന്റെ നന്മയ്ക്ക് വേണ്ടി പറയുന്നതാണെന്ന് രാഘവൻ പറയുന്നു. നിനക്ക് കേൾക്കാൻ പറ്റുമെങ്കിൽ കേൾക്ക്, ഇല്ലെങ്കിൽ വേണ്ട എന്നൊക്കെ രാഘവൻ പറയുമ്പോൾ പപ്പി മനസ്സിൽ വിചാരിക്കുന്നു, അപ്പോൾ വിഷ്ണു അച്ഛൻ വരില്ലല്ലേ? വിഷ്ണു അച്ഛനെ കൊണ്ടുവരാൻ ചേച്ചിയമ്മയ്ക്ക് മാത്രമേ സാധിക്കൂ. അപ്പോൾ സത്യം ഒന്ന് വിളിക്കാം, വിഷ്ണു അച്ഛനെ രക്ഷിക്കേണ്ടത് ഞങ്ങളുടെയും കൂടി കടമയല്ലേ എന്ന് വിചാരിച്ച് പപ്പി ഇപ്പോൾ സത്യം വിളിക്കാനായി പോകുന്നു. ഇത്രയൊക്കെയായിട്ടും സത്യഭാമയുടെ അഹങ്കാരം മാറുന്നില്ല. ശേഷം രാഘവൻ അങ്ങോട്ടേക്ക് പോയ സമയത്ത് സത്യഭാമ രോഹിത്തിനോട് ചോദിക്കുന്നു, നിങ്ങൾ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? എനിക്ക് എൻ്റെ മോനെ വേണം. ഇത് കേട്ട് രാഘവൻ പറയുന്നു, ഭാമേ, അതിനെ ശാലിനി തന്നെ വിചാരിക്കണം. അവളുമായിട്ട് നീ രമ്യതയിലാകണം, എന്നാലേ നിന്റെ മോൻ രക്ഷപ്പെടൂ. ഇത് കേട്ടതും ഭാമ അകത്തേക്ക് പോകുന്നു. നന്നാവില്ല, എത്ര പറഞ്ഞാലും നന്നാവില്ല, നശിക്കട്ടെ, എല്ലാം നശിക്കട്ടെ എന്നൊക്കെ രാഘവൻ പുലമ്പിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. സത്യഭാമ പോയത് മുറിയിലേക്കല്ല, ഉമ്മറത്തേക്കാണ്. വിഷ്ണു പറഞ്ഞതൊക്കെ ഇപ്പോൾ ഭാമ ഓർക്കുന്നു. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയാണ്. എൻ്റെ മകൻ പോലും എന്നെ ഒറ്റപ്പെടുത്തി. അവന് എന്നെ കാണുന്നത് പോലും വെറുപ്പാണെന്ന് അവൻ പറഞ്ഞു. പക്ഷേ എനിക്ക് അവനെ വെറുക്കാൻ പറ്റില്ലല്ലോ. അവന് എൻ്റെ കൈകൊണ്ട് കുറച്ച് ഭക്ഷണം എനിക്ക് ഉണ്ടാക്കി കൊടുക്കണം. അത് ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കണം എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ടും എന്ന് മനസ്സിൽ വിചാരിച്ച് ഭാമ കിച്ചണിലേക്ക് പോകുന്നു. എത്ര നാളായി എൻ്റെ കൈകൊണ്ട് അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട്. പലരും കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി അവൻ പറയാറുണ്ട്. പക്ഷേ അവന് ആദ്യമായി ഭക്ഷണം കൊടുത്തത് ഞാനല്ലേ? ഞാൻ കൊടുത്ത ഭക്ഷണം കഴിച്ചല്ലേ അവൻ വലുതായത്. അതുകൊണ്ട് ഞാൻ എൻ്റെ മോനെ എൻ്റെ കൈകൊണ്ട് ഭക്ഷണം കൊടുക്കാൻ പോവുകയാണ്. അവൻ കഴിക്കുമെന്നറിയണമല്ലോ. അങ്ങനെ ഇപ്പോൾ ഭാമ സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കുകയാണ്. ഈ സമയം ശാലിനി ശാരദാമ്മയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. മോളെ, എന്തായി കാര്യങ്ങൾ എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നു, ചന്ദ്രബോസ് അയാളുടെ ഗുണ്ടായിസം കാണിക്കാനുള്ള ഒരുക്കത്തിലാണ്. അയാളെ ഏത് രീതിയിൽ ഒതുക്കിയിട്ടായാലും വിഷ്ണുവേട്ടൻ്റെ ജാമ്യം നേടണമെന്ന് പറയുന്നുണ്ട്. അയാൾ എഴുതി വെച്ചിരിക്കുന്ന വകുപ്പുകളെല്ലാം ആ രീതിയിലാണ്. പകയാണ് അയാൾക്ക്. എന്നോടും വിഷ്ണുവേട്ടനോടും സത്യാമ്മയോടും എല്ലാവരോടും പകയാണ്. അത് അയാൾ നല്ലണക്ക് കാണിക്കും. അയാൾ ACP അല്ലേ? കളക്ടർ പറയുന്നത് കേട്ട് നിയമം നടപ്പിലാക്കേണ്ട ആള് എന്ന് ശാരദാമ്മ പറയുമ്പോൾ ശാലിനി പറയുന്നു, പക്ഷെ അയാളുടെ അധികാര പരിധിയിൽ നമുക്ക് ഇടപെടാൻ സാധിക്കില്ല. അയാൾ അവിടെ നിയമത്തിൻ്റെ പിൻബലം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നോ അതൊക്കെ ചെയ്യുന്നുണ്ട്. വീണ് കിട്ടിയ ഒരവസരം അത് അയാൾ പാഴാക്കില്ല. ഒരു വഴി അടയുമ്പോൾ 100 വഴി തുറന്നു കിട്ടും അമ്മ എന്നൊക്കെ ശാലിനി പറയുന്നു. നമ്മളൊന്ന് ഓടി നടക്കണം എന്നേ ഉള്ളൂ എന്നൊക്കെ ശാലിനി പറയുന്നു. മോളെ, തലയിലെ മുറിവ് കാര്യമാക്കാതെയാണ് നിന്റെ ഓട്ടം. അത് നീ മറക്കണ്ട. നീ ആരോഗ്യത്തോടെ ഇരുന്നാലേ വിഷ്ണുവിന് വേണ്ടി നീ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. സത്യാമ്മയുടെ കാര്യം നിനക്കറിയാലോ. വായി തോന്നുന്ന ഓരോന്ന് വിളിച്ചു പറയുന്നതല്ലാതെ കാര്യഗൗരവത്തോടെ ഒന്നും ചെയ്യാൻ അറിയില്ല. ആരെങ്കിലും വെറുപ്പിക്കാനാണെങ്കിൽ നന്നായിട്ട് വെറുപ്പിക്കുകയും ചെയ്യും.
അല്ല മോനെ, മോളെ വിഷ്ണു എന്ത് പറയുന്നു എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നു, ചന്ദ്രബോസിന്റെ പരിഹാസങ്ങളൊക്കെ കേട്ട് കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. വയ്യമ്മേ, മുഖത്തേക്ക് നോക്കാൻ പോലും സാധിക്കുന്നില്ല. ഇപ്പോൾ അത്രയ്ക്ക് തകർന്ന അവസ്ഥയിലാണ് വിഷ്ണുവേട്ടൻ. വാച കർമ്മണ അറിയാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ നമ്മുടെ ആത്മനിയന്ത്രണം വിട്ടുപോകും. പിന്നെ ഇങ്ങനെയൊരു കൊലക്കുറ്റം അടിച്ചേൽപ്പിക്കുമ്പോൾ ആരായാലും തകർന്നു പോകില്ലേ? സ്റ്റേഷനിലെ കാര്യങ്ങളൊക്കെ ചന്ദ്രബോസിന്റെ പിടിയിലേ നടക്കൂ. പക്ഷേ അവിടുത്തെ SI ഒരു നല്ലവനാണ്. അയാളെ കൊണ്ട് ചന്ദ്രബോസ് ഒന്നും ചെയ്യിപ്പിക്കില്ല. ദ്രോഹിക്കാവുന്നതിൻ്റെ പരമാവധി ദ്രോഹിക്കാൻ വേണ്ടി തന്നെയാണ് അയാൾ ഈ കേസിൻ്റെ ചാർജ് മൊത്തം ഏറ്റെടുത്തിരിക്കുന്നതെന്നും ശാലിനി പറഞ്ഞു. വിഷ്ണുവിൻ്റെ ഭക്ഷണം എങ്ങനെയാണ്, നമുക്ക് ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കാൻ പറ്റുമോ എന്ന് ശാരദാമ്മ പറയുമ്പോൾ ശാലിനി പറയുന്നു, അതും ചന്ദ്രബോസിൻ്റെ അനുമതി ഉണ്ടെങ്കിലേ സാധിക്കൂ എന്ന്. പിന്നെ എൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം എന്തെങ്കിലും ചെയ്യാം, അതിനാണ് ഞാനിപ്പോൾ വന്നത്. കഴിക്കാൻ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ എടുക്ക്. അങ്ങനെ വിശപ്പ് പിടിച്ചു നിർത്തി ശീലമുള്ള ആളൊന്നുമല്ല. ഇഷ്ടമുള്ള ഭക്ഷണം ചോദിച്ചു വാങ്ങിച്ച് കഴിക്കുന്ന ആളല്ലേ. ഇതിപ്പോൾ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് എനിക്കറിയില്ലെന്ന് ശാലിനി. സാഹചര്യങ്ങളെ അതിജീവിക്കാൻ അവൻ ഈശ്വരൻ കരുത്ത് കൊടുക്കും. മോള് വിഷമിക്കാതെ. പിന്നെ വിഷ്ണുവിന് ചുറ്റുമുള്ള ശത്രുക്കളുടെ കാര്യം അത് ഈശ്വരൻ നോക്കിക്കോളും. അധികാരം ചിലർക്കൊക്കെ അഹങ്കാരമാണ്. ആ അഹങ്കാരത്തിനുള്ള ശിക്ഷ ഈശ്വരന് കൊടുക്കാൻ സാധിക്കും. നീ പ്രാർത്ഥിക്കുക, എന്നിട്ട് ഇതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കരുത്തും ആരോഗ്യവും തരണേ എന്ന് പ്രാർത്ഥിക്കുക. പിന്നെ ശാന്തയോട് പറയുന്ന ഒരു കാരിയറിൽ വിഷ്ണുവിന് കൊടുക്കാനായി കുറച്ച് ഭക്ഷണം എടുത്തു വെക്കാൻ. ശാലിനി ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകും, കൊടുത്തു വിടാമെന്നും ശാരദാമ്മ പറയുന്നു. അങ്ങനെ ഭക്ഷണം എടുക്കാൻ ശാന്ത അകത്തേക്ക് പോകുന്നുണ്ട്. മോളെ, ഒരു 100 കൂട്ടം കാര്യങ്ങൾ തലയിലേറ്റ് നിന്റെ ഈ ഓട്ടം അത് കാണുമ്പോൾ ഞാൻ എന്നെ തന്നെയാണ് ഓർക്കുന്നത്. ഒരു കൈസഹായത്തിന് പോലും ആരും ഇല്ലല്ലോ മോളെ എന്നൊക്കെ പറയുമ്പോൾ ശാലിനി പറയുന്നു, അമ്മയ്ക്ക് ആരായിരുന്നു അമ്മ ഉണ്ടായിരുന്നത്? ഇത് ചരിത്രം ആവർത്തിക്കുകയാണെന്ന് വിചാരിച്ചാൽ മതി. അച്ഛനന്ന് ജയിലിലല്ല, പക്ഷെ അതിനേക്കാൾ കഷ്ടത്തിലായിരുന്നില്ലേ? ഇതിപ്പോൾ ലോക്കപ്പിലെങ്കിൽ ലോക്കപ്പിൽ ഉണ്ടെന്നുള്ളൊരു സമാധാനം ഉണ്ടെന്ന് ശാലിനി പറയുന്നു. ദുഃഖം കൊണ്ട് കൂടാരം കെട്ടാൻ വിധിക്കപ്പെട്ടവരാണ് മോളെ നമ്മളെല്ലാം. അറിഞ്ഞുകൊണ്ട് സങ്കടം ഏറ്റുവാങ്ങിക്കുന്നു. എൻ്റെ മക്കളെങ്കിലും രക്ഷപ്പെടുമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ ഇല്ല. ഞാൻ ഇനിയൊന്നും ആഗ്രഹിക്കുന്നില്ല. വരുന്നതൊക്കെ വരട്ടെ, അനുഭവിക്കാൻ നമ്മൾ തയ്യാറാണെന്ന് ശാരദാമ്മ പറയുന്നു. അതൊക്കെ പോട്ടെ, നീ വിഷ്ണുവിനോട് മനസ്സ് വിഷമിപ്പിക്കരുതെന്ന് പറയണം. അവൻ തളർന്നു പോയാലും അവന് ശക്തി പകരേണ്ടത് നീയാണ്, നിന്റെ വാക്കുകളാണ്. ജീവിതത്തിൽ തോൽവി ഉണ്ടാകും, പുച്ഛിക്കപ്പെടുകയും ചതിക്കപ്പെടുകയും ഒക്കെ ഉണ്ടാകും. പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഒരു നാൾ നമ്മളെ തേടി വിജയം വരും, അത് ഉറപ്പാണെന്നും ശാരദാമ്മ പറയുന്നുണ്ട്. ഇതേസമയം സത്യഭാമ വിഷ്ണുവിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് വിഷ്ണുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാമ്പഴ പുളിശ്ശേരിയാണ്. ഇതിനെക്കുറിച്ച് അവനവൻ്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ട് അവരിവിടെ വന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് സത്യഭാമ. പിന്നെ പാവയ്ക്ക കൊണ്ടാട്ടം, ഇത് എൻ്റെ മോന് വലിയ ഇഷ്ടമാണെന്നും പറയുന്നു. പപ്പടം വരെ പൊരിച്ചു വെച്ചിരിക്കുകയാണ്. എന്തായാലും ഇതെല്ലാം കൂട്ടി എൻ്റെ മോന് നല്ലൊരു ഊണ് കൊടുക്കണമെന്ന് ഭാമ വിചാരിക്കുന്നുണ്ട്. അവൻ മനസ്സ് നിറഞ്ഞ് കഴിക്കട്ടെ. അങ്ങനെ ഇപ്പോൾ സത്യഭാമ ആ ഭക്ഷണവുമായി ലോക്കപ്പിൽ ജയിലിലേക്ക് വന്നിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ്. വിഷ്ണുവിനെ കാണാനായിട്ടാണെന്ന് ഭാമ കോൺസ്റ്റബിളിനോട് പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, അകത്തുണ്ട്, പൊയ്ക്കോളൂ. വിഷ്ണു നോക്കുമ്പോൾ സത്യഭാമ ആഹാരവുമായി അവിടേക്ക് വരുന്നു. സാർ, ഞാൻ ആ ലോക്കപ്പിൽ കിടക്കുന്ന വിഷ്ണുവിൻ്റെ അമ്മയാണെന്ന് പറയുന്നു. ഈ ഭക്ഷണം എനിക്ക് അവനൊന്ന് കൊടുക്കണമെന്ന് പറയുന്നു. അതിപ്പോൾ ACP സാറ് ഇവിടെ ഇല്ലല്ലോ. അത് മാത്രമല്ല, പുറത്തുനിന്നുള്ള ഭക്ഷണം അത് പറയുമ്പോൾ സത്യഭാമ പറയുന്നു, ഇത് കുറച്ച് ഭക്ഷണമല്ലേ, ഞാൻ അവൻ്റെ അമ്മയല്ലേ എന്നൊക്കെ. ഇതൊക്കെ വിഷ്ണു കേൾക്കുന്നു. എൻ്റെ മകൻ ഈ അവസ്ഥയിൽ ഇവിടെ കിടക്കുമ്പോൾ അവൻ എന്തെങ്കിലും കഴിച്ചോ ഇല്ലയോ എന്നറിയാതെ എനിക്ക് എവിടെ എന്തെങ്കിലും കഴിക്കാൻ സാധിക്കുമോ? മക്കൾ പട്ടിണി ഇരുന്നാൽ മക്കൾക്കത് കുഴപ്പമില്ലായിരിക്കും, പക്ഷേ കത്തി ഉരുകുന്നത് അമ്മമാരുടെ ഉള്ളായിരിക്കും. എനിക്കറിയാം എൻ്റെ മകനൊന്നും കഴിച്ചില്ലെന്ന്. അതിൻ്റെ നീറ്റലും വേദനയും എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. എൻ്റെ നെഞ്ചിലുണ്ട് അവൻ്റെ വയറിൻ്റെ ഒരു അംഗം. സാറേ, ഇതൊന്ന് കൊടുക്കാൻ സമ്മതിക്കണം. സാർ, നിങ്ങൾക്ക് ഉണ്ടാകില്ലേ ഒരമ്മ എന്നൊക്കെ ഭാമ പറയുമ്പോൾ ശരി, അത് അവിടെ വെച്ചിട്ട് പൊയ്ക്കോളൂ എന്ന് കോൺസ്റ്റബിൾ പറയുന്നുണ്ട്. വിഷ്ണു ആണെങ്കിൽ ഇപ്പോഴും ഭാമയ്ക്ക് മുഖം കൊടുക്കാതെ തിരിഞ്ഞു നിൽക്കുകയാണ്. മോനെ എന്ന് പറഞ്ഞുകൊണ്ട് സത്യഭാമ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോയി. നിങ്ങളോട് ഞാനിവിടെ വരരുത് എന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് വിഷ്ണു. അതിന് എനിക്കെങ്ങനെ സാധിക്കുവാടാ? ഈ അമ്മയുടെ ജീവൻ എന്ന് പറയുന്നത് നീയാണ്. നീ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ എനിക്ക് എങ്ങനെയാടാ വീട്ടിൽ മനസ്സമാധാനമായിട്ടിരിക്കാൻ പറ്റുന്നത്? ഇത് കേട്ട് വിഷ്ണു പറയുന്നു, ഈ സമാധാനക്കേടുണ്ടാക്കിയത് നിങ്ങളല്ലേ? നിങ്ങളുടെ വാശി എന്തും നടത്തുമെന്നുള്ള തൻ്റെ ഇടം, അതിന് ബലിയേടാവുകയാണ് ഞാൻ. ഇനിയും എന്നെ എതിരെ കിട്ടില്ല. ഈ കാണിക്കുന്നതെല്ലാം അഭിനയമാണ്. ഇനി കാണിക്കുന്ന അഭിനയത്തിൻ്റെ പേരിൽ എനിക്കൊരു ജീവിതമില്ല. അമ്മ പൊയ്ക്കോളൂ. നിങ്ങളോട് പോകാനാ പറഞ്ഞത് എന്ന് വിഷ്ണു ദേഷ്യത്തോടെ പറഞ്ഞു. മോനെ, ഞാൻ വന്നത് നിനക്ക് കുറച്ച് ഭക്ഷണവും കൊണ്ടാണ്. മോനെ, അമ്മയുടെ കൈകൊണ്ട് അമ്മ ഉണ്ടാക്കിയതാ. അത്
എന്നും നീ ആസ്വദിച്ച് കഴിച്ചിട്ടല്ലേ ഉള്ളൂ എന്നൊക്കെ ഭാമ പറയുമ്പോൾ വിഷ്ണു പറയുന്നു, ഭക്ഷണം കഴിക്കുന്നത് എപ്പോഴാ? വിശപ്പുള്ളപ്പോൾ. എൻ്റെ വിശപ്പും ദാഹവും ഒക്കെ ഈ ചുമലുകൾക്കുള്ളിൽ കൊട്ടി അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ കൊണ്ടുവന്നത് എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങില്ല. കാരണം ഉള്ളു നിറയെ സങ്കടമാണ്. നിങ്ങൾ മൂലം ഉണ്ടായ സങ്കടങ്ങൾ, വേദനകൾ കഴിച്ചാൽ ഒരു പക്ഷേ അത് തെകിട്ടി പുറത്തേക്ക് വരും. കാരണം എൻ്റെ ഇഷ്ടങ്ങൾക്കെതിരെ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളുടെ സ്ഥാനം മുൻപന്തിയിലാണ്. ഇതിനായിട്ട് ഇവിടെ നിൽക്കണ്ട, ഞാൻ കഴിക്കില്ല, ഞാൻ പറഞ്ഞു. അതെ, എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നാകണം. ACP സാർ വന്നാൽ എന്താ പ്രവർത്തിക്കാന്ന് പറയാൻ പറ്റില്ല എന്ന് കോൺസ്റ്റബിൾ പറയുന്നു. എടാ മോനെ, നീ അമ്മയെ ഒരുപാട് സങ്കടപ്പെടുത്തുകയാണ്. എടാ, നീ ആദ്യമായി ഭക്ഷണത്തിൻ്റെ രുചി അറിയുന്നത് അമ്മയുടെ കൈകളിൽ നിന്നാണ്. എടാ, ഞാൻ വാർത്തുന്ന സ്നേഹവും കരുതലുമാണ് നിന്നെ ഈ പ്രായം വരെ എത്തിച്ചത്. ഞാൻ ഈ നിനക്കായി കൊണ്ടുവന്ന സ്നേഹത്തെയും തള്ളി പറയരുത്. എടാ, ഈ അമ്മയുടെ ചങ്ക് തകർന്നു പോകും, ഹൃദയം പൊട്ടി ഒരു പക്ഷേ ഇവിടെ മരിച്ചു പോകും എന്നൊക്കെ ഭാമ പറയുമ്പോൾ വിഷ്ണു പറയുന്നു, നിങ്ങൾ എന്നെയാണിപ്പോൾ സങ്കടപ്പെടുത്തുന്നത്. ഇഷ്ടമില്ലാത്തത് വീണ്ടും വീണ്ടും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ എൻ്റെ ഇഷ്ടങ്ങൾ അംഗീകരിച്ച് തരുന്നതുമില്ല. എടാ, ഞാൻ അപ്പോൾ ഇത് തിരിച്ചു കൊണ്ടുപോകണം എന്നാണോ നീ പറയുന്നത് എന്ന് ഭാമ പറയുമ്പോൾ വിഷ്ണു പറയുന്നു, ഞാൻ പറഞ്ഞു അത് കഴിക്കാനുള്ള വിശപ്പ് എനിക്കിപ്പോൾ ഇവിടെ ഇല്ല. ശരി, ഞാൻ അതിവിടെ വെക്കാം. മോന് വിശപ്പുള്ളപ്പോൾ മോനത് കഴിച്ചാൽ മതിയെന്ന് ഭാമ പറയുന്നു. അവൻ ആവശ്യപ്പെടുമ്പോൾ ഇതവൻ എടുത്ത് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ട് ഭാമ അതവിടേക്ക് വെച്ചു. എന്നാൽ വിഷ്ണു ദേഷ്യത്തോടെ പറയുന്നു, ദേ അവരോട് ആ ഭക്ഷണം എടുത്തിട്ട് പോവാൻ പറ. എൻ്റെ മനസ്സിൽ കയറിക്കൂടെ ഇഷ്ടക്കേട് മറച്ചു കളയാൻ നിങ്ങളുടെ ഈ കണ്ണുനീരിന് ശക്തിയില്ല. നിങ്ങളോട് ഇത് എടുത്തോണ്ട് പോകാൻ പറയുന്നുണ്ടോ എന്ന് പറയുന്നു. അയാൾക്ക് കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ നിർബന്ധിക്കുന്നത്? കഴിക്കുന്നില്ലെങ്കിൽ കഴിക്കണ്ട, വിശപ്പില്ലാഞ്ഞിട്ടായിരിക്കും എന്നൊക്കെ കോൺസ്റ്റബിൾ പറയുന്നു. നിങ്ങളിത് എടുത്തോണ്ട് പോ. നിങ്ങൾ തമ്മിൽ ഇവിടെ തർക്കമുണ്ടായാൽ സാർ വന്ന് എന്നെയായിരിക്കും എടുത്തിട്ടടിക്കുന്നത്. വെറുതെ എന്തിനാ പൊല്ലാപ്പ് ഞാൻ പിടിച്ച് വലയിൽ വെക്കുന്നത്? എടുത്തോ ഭക്ഷണവുമായി എടുത്തോണ്ട് പോയിക്കോളൂ എന്നൊക്കെ കോൺസ്റ്റബിൾ. മോനെ, മിക്സിയിൽ അരയ്ക്കാതെ അരകലയിൽ അരയ്ക്കുന്ന മുളക് ചമ്മന്തിയും മോനിക്ക് ഏറെ ഇഷ്ടമാണെന്ന് അമ്മയ്ക്കറിയാം. ആ കല്ലയിലെ ചോറ് കുഴച്ച് എത്രയോ വട്ടം ഞാൻ മോന് വാരി തന്നിട്ടുണ്ട്. ജീവിതത്തിൽ എൻ്റെ മോൻ്റെ ചെറുപ്പം ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് കഴിച്ചിട്ടുള്ളതും ആ ചോറാണ്. ഇതിൽ നിധി പോലെ അമ്മ കരുതിക്കൊണ്ട് വന്നതും കലയിലരച്ച് ചമ്മന്തി കുഴിച്ച ചോറാണ് എന്നൊക്കെ ഇങ്ങനെ ഭാമ പറയുന്നുണ്ട്. മോനെ, അമ്മയുടെ സ്വന്തം കൈകൊണ്ട് കുഴിച്ച ചോറാണ്. അത് ഞാൻ തിരിച്ചു കൊണ്ടുപോകാം നെഞ്ചിലെ വേദനയോടെ എന്നൊക്കെ ഭാമ പറയുന്നു. ഒരു പ്രാർത്ഥനയുള്ളൂ ഇപ്പോൾ, എൻ്റെ ഈ പിടയ്ക്കുന്ന ഹൃദയം നിലച്ചു പോകലേ എന്ന്. കാരണം എൻ്റെ മോൻ ഇവിടെ നിറങ്ങുന്നത് കാണണം എന്നൊരു മോഹം എൻ്റെ മനസ്സിലുണ്ട്. ഇപ്പോഴുള്ള ചിന്തയും അതാണെന്നും ഭാമ പറയുന്നു. ഇറങ്ങുവാടാ, ഹൃദയം പൊട്ടുന്ന വേദനയോടെ ഇറങ്ങുകയാണ് എന്ന് ഭാമ പറയുന്നു. അങ്ങനെ ഇപ്പോൾ അവിടെ വെച്ച ഭക്ഷണം സത്യഭാമ എടുക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ശാലിനിയും അവിടേക്ക് വരുന്നു. ശാലിനി അവിടേക്ക് വന്നത് വിഷ്ണുവിൻ്റെ ഭക്ഷണവുമായിട്ടാണ്. ശാലിനി അവിടേക്ക് വന്നത് ഭാമ കാണുന്നു. ശാലിനിയുടെ കയ്യിലെ ആ ഭക്ഷണവും കാണുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.